അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് ഒരു വർഷത്തിൽ 3 പത്തുകളെ പ്രത്യേകം ഇഷ്ടമാണ്. മുഹറം ആദ്യത്തെ 10 ദിനങ്ങൾ, മറ്റൊന്ന് വിശുദ്ധമായ റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങൾ, മൂന്നാമതൊന്ന് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ. ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ പ്രവേശിച്ചു. വലയാലിൻ ആശ്ർ എന്ന് പ്രത്യേകം അള്ളാഹു ആ രാത്രികളെ സത്യം ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് അടിമകൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ ഏറെ ഇഷ്ടമാകുന്ന 10 ദിനങ്ങൾ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ ആദ്യ 10 ദിനരാത്രങ്ങളിലെ സൽപ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും പ്രത്യേകം ദുആ കൊണ്ട് സജീവമാക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മുഹറം, വിശുദ്ധമായ റമദാൻ, ദുൽഹിജ്ജ മൂന്ന് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ഏറെ ചരിത്ര പ്രത്യേകതകളുള്ള ദിനരാത്രങ്ങളാണ്. ആ ദിനരാത്രങ്ങളിലെല്ലാം അതുമായി ബന്ധപ്പെട്ട പ്രവാചകന്മാർ സയ്യിദുന കലീമുല്ലാഹി മൂസ, സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം, സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിമുസ്സലാത്തു വസ്സലാം ഇവരെല്ലാവരും പ്രത്യേകം പാപമോചനത്തിന് വേണ്ടി ഈ വിശുദ്ധ ദിനരാത്രങ്ങളെ, പകലുകളെ ഉപയോഗപ്പെടുത്തിയിരുന്നുവെന്ന് താരീഖിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയാണല്ലോ നമുക്ക് പ്രധാനം. സ്വർഗവും അതിലുള്ള ആനന്ദങ്ങളും ആസ്വാദനങ്ങളുമെല്ലാം ഒരു സെക്കൻഡറി സ്ഥാനത്തേക്ക് മാറ്റി നിർത്തപ്പെടേണ്ടതും പ്രഥമമായി നമ്മുടെ പരിഗണനയിൽ ഉണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ ഉള്ളിൽ നമ്മളുണ്ടാവുക എന്നതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ ഈ ദിനരാത്രങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതൊരു സൽക്കർമ്മവും ഇതര ദിനരാത്രങ്ങളെ ഒക്കെ അപേക്ഷിച്ച് ഏറെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഈ രാവും പകലുകളുമൊക്കെ അതിനുവേണ്ടി വിനിയോഗിക്കാനാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിനരാത്രങ്ങളിൽ അവനെ ചൊടിപ്പിക്കുന്നതോ ദേഷ്യപ്പെടുത്തുന്നതോ കോപത്തിനിരയാക്കുന്നതോ ആയ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപഴകാതിരിക്കുക എന്നതാണ്. വമൻ യഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവാ, സൂറത്ത് ത്വാഹ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ആരിലെങ്കിലും എൻ്റെ കോപം നിപതിക്കുന്നുവെങ്കിൽ അവൻ നിലം പതിച്ചതു തന്നെ. അള്ളാഹുവിൻ്റെ കോപം ഭയന്നുകൊണ്ടാണ് ഒരിക്കൽ അവൻ്റെ അർശിനെ മലക്കുകൾ വലം വെക്കാൻ തുടങ്ങിയത്. കോപം ശമിച്ചപ്പോൾ അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സിംഹാസനത്തെ തവാഫ് ചെയ്തപ്പോൾ എൻ്റെ കോപം നിങ്ങൾക്കുമേൽ ശമിച്ചിരിക്കുന്നു. ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യവിഭാഗം നിങ്ങളെക്കാൾ എന്നെ ചൊടിപ്പിക്കുന്നവരും ദേഷ്യം പിടിപ്പിക്കുന്നവരുമായിരിക്കും. അവർക്കും ഇതുപോലെ തവാഫ് ചെയ്യാനും എൻ്റെ കോപം തണുപ്പിക്കാനും നിങ്ങൾ ഭൂമിയിൽ ഒരു ഭവനം പണിയണം എന്ന അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടാണ് മലക്കുകൾ വിശുദ്ധമായ കഅബാലയം ഭൂമിയിൽ പണി കഴിപ്പിക്കുന്നത്. പിൽക്കാലത്ത് അതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ ചരിത്രങ്ങളെയെല്ലാം സ്മരിപ്പിക്കും വിധം വിശുദ്ധമായ ഹജ്ജ് കർമ്മം ഇവിടെ സമാരംഭം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഹജ്ജ് മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉളുഹിയത്ത് കർമ്മത്തിന് വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാളെ സ്വറാത്ത് പാലത്തിൻ്റെ മുകളിലൂടെ പോകാനുള്ള വാഹനമായി വിശ്വാസികൾക്ക് ബലിമൃഗങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ദുആഇന് വേണ്ടി ഉപയോഗിക്കാനും നന്മകളിൽ പരസ്പരം മത്സരിക്കാനും അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്വർഗവും കരസ്ഥമാക്കാനും നമുക്ക് ഈ ദിനരാത്രങ്ങളിൽ സാധ്യമാകണം. പരമാവധി അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രീഭൂതരാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. പരസ്പരമുള്ള ദുആകളിൽ നമുക്കെല്ലാവർക്കും ഒരുമയോടെ ഒന്നിച്ചു നിൽക്കാം. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.